ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ ജെല്ലിൻ്റെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഞാൻ ഇതിന് മുന്നേ ഒരു പോൺസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നല്ല വ്യൂസും ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്. അതിനുശേഷം ഞാൻ കുറേ കാലം ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പോൺസിൻ്റെ ഒരു ഹൈഡ്ര മിറാക്കിൾ ജെല്ലിൻ്റെ റിവ്യൂ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ 130 റുപ്പീസ്. 130ക്കാണ് ഞാനിത് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇത് നോർമൽ നമ്മുടെ ഫാൻസി കടകളിലും കിട്ടേണ്ടാവും. 130 രൂപ അതെന്ന് പറയുമ്പോൾ അഫോർഡബിളാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ഇത്രയും അഫോർഡബിളായിട്ട് ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പം അടിപൊളിയല്ലേ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കുക കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ആദ്യം തന്നെ സംസാരിക്കേണ്ടത് ഇതിൻ്റെ ടെക്സ്ചറാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ലൈറ്റ് ജെല്ലാണ്, അതായത് സ്റ്റിക്കി ഫോമിലല്ല വരുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പം സ്കിന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബായിട്ട് പോകുന്നുണ്ട്. ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. നമ്മൾ നോർമൽ ഈ ചെറിയ കുഞ്ഞു ഈ മോയ്സ്ചറൈസർ ഇങ്ങനെയാണ് വരാറല്ലേ. അപ്പം ഞാൻ ഇത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു പകുതി വരെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കൂ ഇതിൻ്റെ കളർ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കി എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്മെല്ലിനെ കുറിച്ച്, കളർ ഈ ഒരു ഫോർമുലാണ് വരുന്നത്. ഒരു വൈറ്റ് അല്ല, ഒരു ലൈറ്റ്, അതായത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് പെട്ടെന്ന് അബ്സോർബായിട്ട് പോകുന്നുണ്ട് സ്കിന്നിലേക്ക് തന്നെ. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, ഒരു സ്റ്റിക്കി ഫീലില്ല. അതേപോലെ തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കാണുന്നില്ലേ? ഞാനിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അതേപോലെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്രാഗ്രൻസ് സ്മെല്ല്, അതേപോലെ ഇത് ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഇങ്ങനെ കുത്തുന്ന ഫീലൊന്നും വരില്ല. ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്മെല്ലാണെങ്കിൽ ഒരുമാതിരി ആവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. പിന്നൊരു കാര്യം, എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മേക്കപ്പ് ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴല്ലേ സ്കിന്ന് വളരെ സ്മൂത്തായിരിക്കും. ഞാനത് കുറേ തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ഏതൊരു മേക്കപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കും ഫേസ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തത് കണ്ടില്ലേ, ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കയ്യിൽ അപ്ലൈ ചെയ്തപ്പോഴും ആ ഒരു സ്റ്റിക്കി ഫീലൊന്നുമില്ല. ഭയങ്കര ഫ്രഷ് ആൻഡ് അതായത് സോഫ്റ്റായിട്ട് തോന്നുകയും ചെയ്യും. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുക. പിന്നെ ഇതിനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പം അതായത് ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മളിപ്പം കോളേജിൽ പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഇങ്ങനെ ഒരു സാധനം മതി നമ്മളെ കയ്യിൽ. നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. നിങ്ങളൊരു വൺസ് ഇതൊന്ന് വാങ്ങിച്ചു നോക്കൂ. നമ്മളൊരു 130 രൂപയ്ക്ക് ഇതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് ചുമ്മാതല്ലാന്ന്. പിന്നെ അതേപോലെ ഇപ്പം എനിക്ക് കമൻറ്റ്സ് വരും, ഇത് ജെൻസിന് ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ. അതായത് എനിക്കറിയുന്ന പലരും ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ നല്ല പ്രൊഡക്റ്റാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ജെൻസ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്തു. അതായത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണിച്ച് ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ജെല്ല് വെച്ചിട്ട്. ഈ രണ്ട് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രൊഡക്റ്റ് കാണിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേലെ കൊടുക്കുക, അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്തോളൂ. ഞാൻ രണ്ട് പ്രൊഡക്റ്റും ഓപ്പൺ ആക്കിയിട്ട് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഒരു പക്ക
ഒരു വൈറ്റ് കളർ ക്രീമായിട്ട് തന്നെ വരുന്നത്. ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അന്ന് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പെർഫെക്റ്റ് ഓക്കെ ആണെന്ന്. പക്ഷെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളെ ജെല്ലാണ് കേട്ടോ അടിപൊളി. പക്ഷേ ഒരു നമ്മളെ പിമ്പിൾസൊക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് അത്ര കൊള്ളില്ല നമ്മളെ ഫേസിന്. അതായത് ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്, അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഓവർ ഓയിലി ഒക്കെ ആണെങ്കിൽ ഒരു ഇതുണ്ടാവില്ല നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം, അതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അതായത് നിങ്ങൾക്ക് കണ്ടില്ലേ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത ഫസ്റ്റ് ടൈം തന്നെ നമുക്കൊരു വൈറ്റ് കാസ്റ്റ് കാണാൻ പറ്റും. പക്ഷെ മറ്റേത് പെട്ടെന്ന് തന്നെ അബ്സോർബായിട്ട് പോകുന്നുണ്ട് നമ്മളെ സ്കിന്നിലേക്ക്. ഇത് ഓക്കെയാണ്. ഇപ്പം ഞാനിത് ഫേസിൽ ഉപയോഗിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാനിത് നമ്മൾ ഇങ്ങനെ എ സിയിലൊക്കെ ഇരിക്കുമ്പം കൈയൊക്കെ ഡ്രൈ ആവില്ല, ആ ടൈമിൽ കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ജെൽ നമ്മൾ ഈ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ജെല്ലല്ലേ, ഇത് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ രണ്ടും കയ്യിലുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതാണ് വാങ്ങിക്കേണ്ടതെന്ന് ആലോചിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ ഓയിലി സ്കിന്നുള്ളവരെടുത്ത് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ജെല്ല് വാങ്ങിച്ചാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടാവുക. അതേപോലെ ഒരു ഡ്രൈ സ്കിൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മറ്റേ ഈ ബ്ലൂ ഞാനിപ്പോൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഭയങ്കര സ്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്മൂത്ത് ടെക്സ്ചർ വരണമെങ്കിൽ ഈ ജെല്ലാണ് കേട്ടോ നല്ലത്. അതല്ല കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ മതിയെങ്കിൽ നമുക്ക് ഈ പോൺസിൻ്റെ ഞാൻ ആദ്യം കാണിച്ച ആ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാം. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ രണ്ടിൻ്റെ പാക്കേജ് വരുന്നത് ക്യൂട്ടാണ്. കുറച്ച് ചെറിയ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണേൽ കൊണ്ടുപോകാം. നമ്മൾ മേക്കപ്പ് പൗച്ചിലിട്ടിട്ടോ ബാഗിലിട്ടിട്ടോ സ്കൂളിലോ കോളേജിലോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകാം. പ്രൈസ് റേഞ്ചും അഫോർഡബിൾ ആണ് രണ്ട് പ്രൊഡക്റ്റിൻ്റെതും. പോൺസിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ ഇതിനു മുന്നേ പോൺസിൻ്റെ കുറേ പ്രൊഡക്ട്സിനെ പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഈ ഹൈഡ്ര ലൈറ്റ് ജെല്ലാണ് അടിപൊളി പ്രൊഡക്റ്റ്. അത് വാങ്ങിക്കാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒന്ന് വാങ്ങിച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ മോയ്സ്ചറൈസിങ് ജെൽ, ഈ ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണല്ലോ എന്ന്. അപ്പം ജെൻസും ചോദിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ആർക്കും ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ, വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. നമ്മളെ സ്കിന്ന് ഡ്രൈ ആണ് അല്ലെങ്കിൽ ഒന്ന് നമ്മളെ സ്കിന്നൊന്ന് സെറ്റായിട്ട് കിടക്കണമെങ്കിൽ ഈ ജെല്ല് വാങ്ങിച്ചോളൂ നിങ്ങൾ. അതല്ല കുറച്ച് ടൈം എടുത്ത് മോയ്സ്ചറൈസിങ് പോലെ ആയിട്ട് നിൽക്കണം എന്നാണെങ്കിൽ ഈ ഒരു മറ്റേ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ഈ ഒരു പ്രൊഡക്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരു 2 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പോലെ ചെയ്യാണ്. പക്ഷേ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് തോന്നി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം രണ്ടും അപ്ലൈ ചെയ്തിട്ട്. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് എനിക്ക് സ്റ്റിക്കി ഫീലും, മറ്റേത് ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ്. സ്റ്റിക്കി ഫീല് ഈ ഞാൻ രണ്ടാമത് കാണിച്ച മോയ്സ്ചറൈസറിൻ്റെതാണ് കേട്ടോ. മറ്റ് ഭയങ്കര സ്മൂത്തായിട്ടുള്ളത് ആ പ്രൊഡക്റ്റും. അതേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കുക, എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ രണ്ടും വാങ്ങിച്ച് നോക്കി നോക്കൂ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഈ ജെല്ല് അടിപൊളി പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് മുന്നേ ഒന്നും ഒരു ഭയങ്കര ഹാർഡ് അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടൊന്നും നിൽക്കുന്ന ഫീലില്ല കേട്ടോ ഈ ജെല്ലിന്. അതുകൊണ്ടാണ് ഞാൻ ജെല്ലിൻ്റെ കാര്യം തന്നെ എടുത്തെടുത്ത് പറയുന്നത്. ഇതിൻ്റെ പേര് പറയുമ്പോൾ ഹൈഡ്ര മിറാക്കിൾ ജെൽ എന്നല്ലേ, അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ. അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സെൻസിറ്റീവാണോ, സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ നെറ്റിയുടെ സൈഡിലോ അല്ലെങ്കിൽ കവിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.